അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ 2017 മോഡൽ ഒരു വണ്ടി ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം.
അപ്പോൾ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞത് 17 സീറ്റ് 2017 മോഡലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് സൈഡ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ടൈമിങ് മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ പമ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ അണ്ടർ ബോഡി ലീഫ് ബെൻഡിങ്, അതേപോലെ നമ്മുടെ സ്പിൻഡില് ഹൗസിങ്, 4 വീല് ഗ്രീസ് മാറല്, അതേമാതിരി തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, അതായത് A to Z എന്നുള്ള കണ്ടീഷനിൽ ഏകദേശം നമുക്ക് 1.25 ലക്ഷം രൂപയോളം തന്നെ ഇതിന് മെക്കാനിക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 രൂപയോളം തന്നെ നമുക്ക് പാർട്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ടൈമിങ്ങിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 രൂപയോളം പാർട്സ് മാത്രം വന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി ലെയ്ത്ത്, അതേമാതിരി മെക്കാനിക്ക് ലേബർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം തന്നെ നമ്മുടെ ഈ വണ്ടിയുമ്പോൾ മെക്കാനിക്ക് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടിയുമേ എക്സ്റ്റീരിയർ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z, അതായത് കാലിയർ തൊട്ട് സൈഡ് സ്കേർട്ടിങ്, അതേമാതിരി തന്നെ ടയർ കാര്യങ്ങൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2017 ലാസ്റ്റ് കേബിൾ ടൈപ്പ് വണ്ടിയാണ്. നമ്മുടെ ഇവിടെ 2016 ലാസ്റ്റോട് കൂടിയിട്ട് കേബിൾ ടൈപ്പ് വണ്ടികളൊക്കെ നിർത്തിയിട്ട് BS4 കൺവേർട്ട് ചെയ്തിട്ടുണ്ടായി. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് 2017 4 മാസം വണ്ടിയാണ്, ലാസ്റ്റ് ടൈപ്പ് കേബിൾ ടൈപ്പ് വണ്ടി. അത് കാരണം കൊണ്ട് ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പക്ക ഫിനിഷിങ്, അതായത് മോഡൽ കൂടിയ വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് വണ്ടി ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് പെയിൻറ്റിങ്ങും അതേമാതിരി തന്നെ പാച്ച് വർക്കും, അഡീഷണൽ ആയിട്ടുള്ള കാലിയർ, അതേമാതിരി റെയിൻ ഗാർഡ്, സൺസൈഡ്, ഫ്രണ്ടിലത്തെ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിങ്സ്, അതായത് സ്കേർട്ടിങ്, ഫ്രണ്ട് ലിപ്പ്, അതേപോലെ ഹെഡ്ലൈറ്റ് പുതിയ മോഡൽ കൺവേർട്ട്, അതായത് കസ്റ്റം ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയലിൻ്റെ ഭാഗത്താണെങ്കിലും ഇൻറ്റീരിയൽ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് TV സാധനങ്ങളെല്ലാം നമുക്ക് ഏകദേശം 1 വർഷത്തോളം തന്നെ വാറൻറ്റി ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ആണ്. ജിങ്കിരി AC ആണ്. ജിങ്കിരി AC പുതിയത് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ജിങ്കിരി ACക്ക് മാത്രം 1,60,000 രൂപയോളം നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റീ രജിസ്ട്രേഷൻ വണ്ടി ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. നമുക്ക് നിലവിൽ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് വണ്ടി ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 9 തൊട്ട് 10 ലക്ഷം രൂപ വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് മുടക്ക് മുതൽ വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ എക്സ്റ്റീരിയറും കൂടിയിട്ട് ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപയോളം ഇൻറ്റീരിയൽ എക്സ്റ്റീരിയറും വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം മെക്കാനിക്ക്. അതേപോലെ തന്നെ AC കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ AC പണിയുമ്പോൾ ഏകദേശം ഒരു 1.60 പ്ലസ് ആൾട്ടർനേറ്റർ, അതായത് BS4 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. BS3 ആണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റർ മാറണം. അതേമാതിരി തന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ വീല്, അങ്ങനത്തെ ഒരുപാട് മെക്കാനിക് ആണെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് എന്തേലും ഇറങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇങ്ങനെ റീ രജിസ്ട്രേഷൻ വണ്ടി കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് വണ്ടികൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും അവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. പക്ഷേ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുകളായിരിക്കും മെയിനായിട്ട് വർക്കുകൾ കാര്യങ്ങൾ വരിക. മെയിനായിട്ട് മെക്കാനിക്ക് വരും, അതേപോലെ തന്നെ പെയിൻറ്റിങ്, പാച്ച് വർക്ക്, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ വരും. ഇനി സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ പുതിയത് വയ്ക്കുമ്പോൾ എല്ലാം ഒരു പുത്തൻ വണ്ടി എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അതേ ഒരു കൺസെപ്റ്റിൽ തന്നെ ഈ ഒരു വണ്ടി വർക്ക് ചെയ്യണം. അതിന് പുറമേ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുമേ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ഇതിനകത്ത് ഇൻക്ലൂഡായി പോകും. അപ്പോൾ
ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. ഇതേമാതിരത്തെ വീഡിയോസ് താല്പര്യമുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.